എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മുടെ SSLC പരീക്ഷകൾ, +2 പരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ നമുക്കിടയിലുണ്ട്. നമുക്ക് വിദ്യാഭ്യാസ രീതി മുമ്പത്തെ പോലെയല്ല. ഒരുപാട് വിവിധങ്ങളായ കോഴ്സുകൾ, ജോലി സാധ്യതയുള്ള കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക, എന്തൊക്കെയാണ് +2 കഴിഞ്ഞ കുട്ടിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനും JCI ട്രെയിനറുമായിട്ടുള്ള ദിലീപ് കൊതേരിയാണ്. ദിലീപ് കൊതേരി പരിപാടിക്കകത്ത് സ്വാഗതം ചെയ്യുകയാണ്. മാഷെ, ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കാനുള്ളത്? താങ്ക് യു. നമുക്ക് സ്വാഭാവികമായിട്ടും +2 പരീക്ഷ എഴുതി നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ റിസൾട്ട് വന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 3 സ്ട്രീമുകളാണ് +2 വരുന്നത്. ഒന്ന് സയൻസും, മറ്റൊന്ന് കൊമേഴ്സും, ഒന്ന് ഹ്യൂമാനിറ്റീസുമാണ്. അപ്പോൾ ഈ 3 സ്ട്രീമുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അവർ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, കാലത്തിനനുസരിച്ച് സിറ്റുവേഷൻസൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലവസരങ്ങളും തൊഴിലിടങ്ങളൊക്കെ മാറുകയാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറ്, സാറേ ഈ കോഴ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന അങ്ങനെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, എന്നാൽ ഉയർന്ന സാലറി ലഭിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് കുട്ടികൾ ചോദിക്കാറ്. അതുപോലെ തന്നെ ഈ ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ, പ്രധാനമായിട്ട് ഈ സയൻസ് സ്ട്രീം എന്ന് പാസ് ഔട്ട് ആകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ ഈ ഡാറ്റാ സയൻസ്, നമ്മളൊരു AI യുഗത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മെഷീൻ ലേണിംഗ് പോലെയുള്ള നൂതനമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ ജോലി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അതിനൊക്കെ നല്ല സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇനി നേരെ മറിച്ച് നമ്മുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഡിഗ്രി കോഴ്സുകൾക്ക് വേണമെങ്കിൽ അങ്ങനെയും പോകാം. ഒരു 3 വർഷമൊക്കെ പഠിച്ചതിന് ശേഷം ജോലി മതി എന്ന് ചിന്തിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാഷ് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കോഴ്സുകളോടൊപ്പം തന്നെ ഡിഗ്രി കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കോളേജുകളിലും ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട, കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പല BCA പോലെയുള്ള കോഴ്സുകളിലൊക്കെ ഇങ്ങനെയുള്ള അഡീഷണൽ ഈ നമ്മൾ സബ്ജക്റ്റുകളൊക്കെ വർഷം നഷ്ടപ്പെട്ടു പോകാതെ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ 4 വർഷമുണ്ട്, 1 വർഷമുണ്ട്, 2 വർഷമുണ്ട്, 3 വർഷമുണ്ട്. 4 വർഷം പഠിക്കുമ്പോഴേക്ക് ഓണേഴ്സ് എന്നുള്ള രീതിയിലേക്ക് വന്നു. 3 വർഷമാണെങ്കിൽ ഡിഗ്രി വന്നു. അപ്പോൾ ആ രീതിയിലും കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ്. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നമുക്കിപ്പോൾ കണ്ണൂർ ജില്ലയിൽ നമ്മളിപ്പോൾ മട്ടന്നൂരിൽ സംസാരിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ള കുട്ടികളോടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് കണ്ണൂർ ജില്ലയിലൊക്കെ ഏതൊക്കെ കോളേജുകൾ നമുക്ക് പരിചയപ്പെടുത്താൻ ഒന്ന് പറയാൻ വേണ്ടി പറ്റും? ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ഡിഗ്രി പഠിക്കാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പണ്ട് മുതലേ ഉള്ളത് പഴശ്ശിരാജ NSS കോളേജ് ഉണ്ട്, MG കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ഉണ്ട്. ഇങ്ങനെയുള്ള കോളേജുകൾക്ക് പുറമെ ടെക്നിക്കലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് മട്ടന്നൂരിൽ തന്നെ ഒരു പോളിടെക്നിക് ഉണ്ട്, പിന്നെ IT കോളേജുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ടെക്നിക്കലുമായിട്ട് ബന്ധപ്പെടുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള കോളേജുകളാണ് പൊതുവേ ഉള്ളത്. ഇനി എല്ലാ അക്കൗണ്ടിങ് പോലെയുള്ള കോഴ്സുകളിലേക്ക് പോകാനാണ് CA CMA ACCA പോലെയുള്ളതാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന് പുറമെ നമ്മുടെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് BBA BCA പോലെയുള്ള MBA പോലെയുള്ള കോഴ്സുകളിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് മേഖലകൾ, ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു അക്കൗണ്ടൻസി എന്ന പേപ്പർ, മാത്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കുറച്ച് ടഫ് ആണെങ്കിൽ അവർക്കൊരു അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഒരു ലീഡർ എന്നുള്ള രീതിയിലേക്ക് അവർക്ക് പോകാനുള്ളതാണെങ്കിൽ ഇതുപോലെ BBA പോലെയുള്ള കോഴ്സുകളായിരിക്കും കുറച്ചും കൂടി നന്നാവും അഡ്മിനിസ്ട്രേഷനിലേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ അതിനും ഇതേപോലെയുള്ള നമുക്ക് മട്ടന്നൂരോ അല്ലെങ്കിൽ കണ്ണൂർ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, സ്വാശ്രയ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളതും കൂടി കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ്. യെസ്, അതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് സ്വാഭാവികമായും പറയാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ പഠനത്തിൽ പിന്നാക്കം എന്നുള്ള കുട്ടികളുണ്ടാവും. അതെ, +2 ഇപ്പോൾ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സുകളായിരിക്കും വേഗത്തിൽ ജോലി സാധ്യതയുള്ള. ഇപ്പം നമ്മൾ നേരത്തെ CA CMA ഒക്കെ പറഞ്ഞു. CA CMA ഒക്കെ നന്നായി പഠിക്കുന്നവർക്ക്, മറ്റവർ പഠിക്കുന്നില്ല എന്നല്ല, നന്നായി പഠിക്കാൻ തയ്യാറുള്ളവർക്ക് പറഞ്ഞ കോഴ്സാണ്. അതിനനുസരിച്ച് ജോലി സാധ്യതയുണ്ട്. വലിയ സാലറി കിട്ടുന്ന ജോലി ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ഉള്ള ഒരു കോഴ്സുകളാണ് ഈ പറഞ്ഞൊക്കെ. അതല്ലാതെ കുറച്ച് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഒരുപാട് അവസരം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. തീർച്ചയായും. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെ കയ്യിലുള്ളത്, ഇപ്പോൾ ഈവൻ നമ്മൾ ഈ സംസാരിക്കുന്നത് പോലും ഷൂട്ട് ചെയ്യുന്നത് മൊബൈലിലാണ്. ഈ മൊബൈലിന് സ്വാഭാവികമായിട്ട് കംപ്ലൈൻറ്റ് വരാറുണ്ട്. കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല നിലയുള്ളവർ ചിലപ്പോൾ മൊബൈൽ മാറ്റുമായിരിക്കും. നമ്മളെ പോയുള്ളവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് റിപ്പയർ ചെയ്യാൻ അങ്ങോട്ട് കൊടുക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം മൊബൈൽ ടെക്നീഷ്യനാണ്
അവരുടെ ജോലി സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു വർഷം 1.5 വർഷം കൊണ്ടൊക്കെ ഈ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അവർക്ക് വലിയ വലിയ കമ്പനികളിൽ സാധാരണ നമ്മുടെ മട്ടന്നൂർ അല്ലെങ്കിൽ കണ്ണൂർ കാണുന്ന കടകൾക്ക് പുറമെ വലിയ വലിയ കമ്പനികളിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം ഇന്ന് എല്ലാവരുടെ കയ്യിലും ഒന്നിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ജോലി സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മൊബൈൽ ടെക്നീഷ്യൻ പോലെയുള്ള മേഖലകളിലേക്ക് തിരിയാം. പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കാരണം നമ്മുടെ നിരത്തിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ആ തരത്തിലേക്ക് ഇപ്പോൾ ടെക്നിക്കൽ മേഖലയിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ അക്കാഡമിക്കലി ചിലപ്പം പിറകോട്ടായിരിക്കും, മാർക്ക് കുറവാണെങ്കിൽ പോലും ചിലപ്പോൾ വൈദഗ്ധ്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും കുറച്ചും കൂടി നന്നാവുക എന്നുള്ളത്. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ഈ ഒരു നമ്മൾ കാറുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാറ്ററിയിൽ ഓടുന്ന കാറുകളിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. EV-യിലേക്ക് വന്നതോടുകൂടി ആ മേഖലകളിലും എന്തുണ്ട്, ഇപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഈ മേഖലയിലുള്ള വിദഗ്ധരുമായി സംസാരിക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ സംഭവങ്ങൾ പങ്കുവെക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റാൻസ് അക്കാദമി മട്ടന്നൂരിലെ കേരളത്തിനകത്ത് നിന്നും കേരളത്തിന് പുറത്തു നിന്നും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം മട്ടന്നൂരുണ്ട്. CA കോഴ്സ് നടത്തുന്ന. അതേപോലെ കോയമ്പത്തൂർ നമ്മുടെ RVS കോളേജ് കോളേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആർട്സ് വിഷയങ്ങളുണ്ട്, അവിടെ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതായത് MBBS ഒഴികെ എല്ലാ വിഷയങ്ങളും അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. MBBS ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് ആ കോളേജിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്ലേസ്മെന്റ് ഉൾപ്പെടെയുണ്ട്. അതിപ്പോൾ ഈ വർഷം അവർ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 വർഷത്തെ ഡിഗ്രി RVS കോളേജിലും 1 വർഷത്തെ ഡിഗ്രി UK-യിലും പഠിക്കാം എന്നുള്ള രീതിയിലാണ് ഈ വർഷം അവർ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ അതാണ് ഇത്തരം ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. നമുക്കറിയില്ലെങ്കിലും ഇതുപോലുള്ള വിദഗ്ധരായ ആളുകൾക്ക് നിങ്ങളുടെ നമ്പർ കൈമാറുകയും അവരുമായി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. നമ്മൾ ഇവരോട് പറയും, ഇതുമായി ബന്ധപ്പെട്ട് ആരും കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ വിളിക്കുമെന്ന് ഇവരോട് മുൻകൂട്ടി പറയുന്നുണ്ട്.